തൊട്ടി 20. വൈദ്യരെ ആ കേളപ്പൻ വരിക ഇരിക്കുക. ഒരു കുറവില്ല വൈദ്യരെ. എന്താ പറ്റിയത്? എനിക്ക് കാലും അനക്കാൻ പറ്റുന്നില്ല. എവിടെ മുട്ടാണെങ്കിൽ നല്ല വേദന. താനപ്പോ അന്ന് ഞാൻ തന്ന മരുന്ന് എടുത്തില്ലേ? കൊണ്ടുപോയി. എടോ കൊണ്ടുപോയോന്നല്ല ചോദിച്ചത്, താൻ ആ മരുന്ന് സേവിച്ചില്ലേ? സേവിക്കോ? താനത് കഴിച്ചില്ലേ? അതിന് വൈദ്യുതി കഴിക്കാനല്ലല്ലോ കുടിക്കാനല്ലേ മരുന്ന് തന്നത്. താൻ രാവിലെ തന്നെ എൻ്റെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കണോ. താൻ കഴിക്കോ കുടിക്കോ താൻ ഒന്നും ചെയ്തില്ലേ? അത് വൈദ്യുതി എന്നോട് ഈ പച്ചമരുന്ന് കൊണ്ടുപോയി കുടിക്കാനല്ലേ പറഞ്ഞത്. അതെ, ഞാൻ കുപ്പി തുറന്ന് നോക്കിയപ്പോ പച്ചമരുന്നല്ല, അത് കറുത്ത മരുന്ന്. എനിക്കാകെ സംശയമായി. ഞാൻ കഴിച്ചില്ല. താൻ വെറുതെ അഭ്യാസം ഇറക്കരുത് എൻ്റെ അടുത്ത്. താൻ വല്ലാതെ എന്നെ കോപിപ്പിക്കണം കേട്ടോ. താൻ ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ ആരാ? വൈദ്യരോ അല്ലേ? ഞാൻ എന്ത് മരുന്നാ തരിക? ഇംഗ്ലീഷ് മരുന്നാണോ തരിക? പച്ചമരുന്ന് അല്ലേ? ആ പച്ചമരുന്ന് എല്ലാം കൂടി ചേർത്ത് മരുന്ന് വെച്ച് കഴിയുമ്പോൾ ആ കഷായം എന്ന് പറഞ്ഞ സാധനം കറുത്തിരിക്കൂടോ ഏഭ്യ. താൻ പോയി അത് ആദ്യം കഴിക്കുക, എന്നിട്ട് താൻ എന്നെ പഠിപ്പിക്കാൻ വരിക. വെറുതെ ഓരോ അഭ്യാസം ഇറക്കുകയാണ് രാവിലെ തന്നെ. ആ കഴിച്ചിട്ട് വരിക. വേറെ 1008 കൂട്ടം ജോലി. എന്താ എനിക്ക് വേണ്ടേ? പച്ചമരുന്ന് തന്നെയാണ്. താനത് എൻ്റെ വെറുതെ ഞാൻ ഇവിടെ വെച്ച് തലയിൽ ഞാൻ കുപ്പി അടിക്കും കേട്ടോ. താൻ പോയി മരുന്ന് കഴിച്ചിട്ട് വരാം, എന്നിട്ട് താൻ എന്നെ പഠിപ്പിക്കുക. ചെല്ല. അപ്പൊ ഞാൻ ഇനി എന്നാ വൈദ്യുതി പറഞ്ഞ? താൻ വരണ്ട, താൻ പോയി ചാവുക. താൻ എവിടെയാന്ന് വെച്ചാ പോയി ചാവുക. താൻ വരിക വേണ്ട. വെറുതെ മനുഷ്യനെ മണക്കടത്താ എന്നിക്കോളൂ. ചെയ്യാൻ നോക്കൂ. വൈദ്യുതി ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? താൻ കൂടുതൽ ഒന്നും ചോദിക്കണ്ട. ഇല്ല, ഒരു സംശയം കൂടി. താൻ എന്താന്ന് വെച്ചാ ചോദിക്കാന്നാ. ശ്രീകരം ചത്തട്ട് ഞാൻ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടോ വൈദ്യുതി വരണ്ടേ? വൈദ്യുതിയുടെ കാറ്റ് പോയോ?